നമ്മളൊരു വിത്ത് നടുന്നു, അത് വിത്ത് നട്ടാൽ മാത്രം മരം ഉണ്ടാവും. വെള്ളം നമ്മൾ ഒഴിക്കണം, നല്ല വെളിച്ചം വേണം, നല്ല മണ്ണ് വേണം, അതിന് നല്ലോണം പരിപാലിക്കണം, അതിന് വളരാനുള്ള സമയം കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മരമായിട്ട് വളരുള്ളൂ. അതേപോലെ നിങ്ങൾ വെറുതെ ഒരു ലക്ഷ്യം എഴുതി വെച്ചുകൊണ്ട് മാത്രം അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആ ഗോളിൽ ക്ലാരിറ്റി വേണം. ഡെയിലി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഇമോഷൻസ് അതിനോട് അലൈൻ ചെയ്യണം. നമ്മുടെ സബ് കോൺഷ്യസിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ നമ്മൾ എടുത്തു കളയണം. അതുപോലെ അതിലേക്ക് വേണ്ടുന്ന ആക്ഷൻ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഇപ്പം ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആഗ്രഹത്തിനെ കാത്തിരിക്കുക എന്നുള്ളതല്ല, ആഗ്രഹിക്കുന്ന ഫലത്തിന് ചേർന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. പോയിന്റ് ഒന്നുകൂടി പറയാം, നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ പ്രോസസ് അല്ല, അതിനു വേണ്ടി യോജിച്ച ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻസ് ഹൈ ആക്കുക, നിങ്ങൾ ആ ഗോള് നേടാൻ നിങ്ങളെ പ്രാപ്തനാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മാറുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്. പലരും നേരെ തിരിച്ചാണ്, ഞാനത് ചെയ്തു എനിക്ക് നടക്കും പറഞ്ഞ് കാത്തിരിക്കുന്നു. അവിടെയാണ് അതിന്റെ തെറ്റുകൾ പറ്റും. ഇപ്പൊ പലരും പറയുന്നത് എനിക്ക് നല്ല ജീവിതം വേണം, എനിക്ക് പണം വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് ബിസിനസ് വളരണം. ഈ പറഞ്ഞതൊക്കെ ആഗ്രഹം മാത്രമാണ്. ആഗ്രഹം എന്ത്, ലക്ഷ്യം എന്ത്, മാനിഫെസ്റ്റേഷൻ എന്ത്? ആഗ്രഹങ്ങൾക്കൊക്കെ ഇമോഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹത്തിനെ ഗോളാക്കി മാറ്റുമ്പോഴാണ് അതിന് ഒരു ഡയറക്ഷനും വരുന്നത്. ഒരാൾ പറയണേ എനിക്ക് കുറെ പണം വേണം, അതൊരു ആഗ്രഹം മാത്രമാണ്. അതിന് പകരം അയാൾ പറയാണ് 2026 ഡിസംബർ 31 മുമ്പ് എനിക്ക് ബിസിനസ് വഴി മാസം 1 ലക്ഷം രൂപ വരുമാനം ലഭിക്കണം എന്ന് അയാൾ പറയുന്നത് ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും എന്താണ് ആഗ്രഹം, എന്താണ് ലക്ഷ്യം എന്നുള്ളത്. ഈ ആഗ്രഹത്തിനെ ലക്ഷ്യമാക്കി മാറ്റും, അതാണ് ഫസ്റ്റ് പ്രോസസ്. ഒരാൾക്ക് പറയാണ് എനിക്ക് നല്ല ആരോഗ്യം വേണം, അത് ആഗ്രഹമാണ്. അതേസമയം ലക്ഷ്യം അടുത്ത 90 ദിവസത്തിനുള്ളിൽ എന്റെ ശരീരത്തിന്റെ ഭാരം ഞാൻ 5 കിലോ കുറയ്ക്കും, ഞാൻ ദിവസവും 30 മിനിറ്റ് നടക്കും എന്നയാൾ പറയുകയാണെങ്കിൽ അതൊരു ലക്ഷ്യമാണ്, ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഒരാൾ പറയണം എനിക്ക് കോൺഫിഡൻസ് വേണം, അത് ആഗ്രഹമാണ്. ലക്ഷ്യമാവുന്നത് എങ്ങനെയാണ്? അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഞാൻ ദിവസവും 2 മിനിറ്റ് വീതം വീഡിയോ പ്രാക്ടീസ് ചെയ്ത് ക്യാമറ കോൺഫിഡൻസ് വളർത്തും, അതൊരു ലക്ഷ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് ആഗ്രഹം, എന്താണ് ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത് എവിടെയാണ്? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനെ ഒരു ലക്ഷ്യമാക്കി മാറ്റുന്ന പോയിന്റിലാണ് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവിടെ അതിനൊരു ഡയറക്ഷൻ തുടങ്ങി. വ്യക്തതയില്ലാത്ത ഒരു ആഗ്രഹം മനസ്സിലൊരു തിരമാല പോലെയാണ്, അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും, വരും പോവും വരും. നേരെ മറിച്ച് വ്യക്തമായിട്ടൊരു ലക്ഷ്യം മനസ്സിന് ഡയറക്ഷൻ കൊടുക്കും. മനസ്സിനൊരു ലക്ഷ്യം ഉണ്ടാവുമ്പോഴാണ് മനസ്സിന് ആ ഡയറക്ഷനിലേക്ക് പോവാൻ, എങ്ങോട്ടാണ് താൻ പോകേണ്ടത് എന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടുക. എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്, എന്തിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നതിനുള്ള ഒരു ഡയറക്ഷനാണ് സത്യത്തിൽ നമ്മൾ മനസ്സിന് കൊടുക്കുന്നത്. ഒരു ഗോള് നമ്മൾ എഴുതുന്ന സമയത്ത് പിന്നീട് നമ്മുടെ മനസ്സ് അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. MM30 നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതാണ്. ഒരു പാർട്ടിസിപ്പന്റ് വരുന്ന സമയത്ത് ആദ്യം അവരെ കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആഗ്രഹത്തിന് മാറ്റി ഒരു ഗോളാണ്. ഈ ഉപബോധ മനസ്സിന് നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ലത് വേണം എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സിന് മനസ്സിലാക്കും എനിക്ക് ഇന്ന ഡേറ്റിന് മുമ്പ് ഇന്ന ആഗ്രഹം ഇന്ന കാര്യം വേണം എന്ന് പറഞ്ഞാൽ അതിൽ ഉപബോധ മനസ്സിന് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി പറയുമ്പോഴാണ് അതിന് മനസ്സിലാവുന്നത്, അതിന് ഡയറക്ഷൻ കിട്ടും. എന്താ മറ്റേത് ഒരു ഡയറക്ഷൻ ഇല്ല, നമ്മൾ വെറുതെ വേഗമായിട്ട് പറയണ പോലെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർമ്മ. അപ്പോൾ ക്ലാരിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത്. ഇനിയുള്ളതെന്ന് പറയാൻ പോകുന്നത് ഉപബോധ മനസ്സിന്റെ റോൾ എന്താണ്, മാനിഫെസ്റ്റേഷനിൽ ഉപബോധ മനസ്സിന്റെ റോൾ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഉപബോധ മനസ്സ്. കാരണം നമ്മുടെ ഉപബോധ മനസ്സിലാണ് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ പേടികൾ, ഫിയേഴ്സ്, നമ്മുടെ സെൽഫ് ഇമേജ്, ഇമോഷണൽ മെമ്മറി, ഇതൊക്കെ കെടുക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ. അപ്പൊ നിങ്ങൾ ബോധപൂർവം ഇങ്ങനെ എഴുതുകയാണ് എനിക്കിന്ന് വലിയ വിജയം വേണം, ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്ന മാതിരിയുള്ള വിജയം എനിക്ക് വേണം, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് എഴുതിയെന്ന് വിചാരിക്കും. ഓക്കെ ഗുഡ്. പക്ഷെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നടക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്ക് പറയുന്നത് ഇതൊന്നുമല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് പണം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ ഒരൊന്നും തുടങ്ങും പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള സംഭവമാണ് ഉള്ളിൽ സെൽഫ് ടോക്ക് നടക്കണമെങ്കിൽ എന്തായിരിക്കും നടക്കുക? അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു വഴിക്കും സബ് കോൺഷ്യസ് മൈൻഡ് വേറെ വഴിക്കും പോകും, 2 ഡയറക്ഷൻ. അങ്ങനെ പോകുമ്പോൾ അത് നടക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് പലർക്കും ഗോൾ എഴുതിയിട്ടും നടക്കാറ്. അവർ ഗോൾ ഇതുപോലെയൊക്കെ അവർ പല പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവ് നേടി ഗോളൊക്കെ എഴുതും, എന്നാലും നടക്കില്ല. കാരണം ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്ക് ഇതാ. ഇത് മാറ്റാതെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത് നേടാൻ സാധിക്കും. കാരണം 2 വഴിക്കാണ്, 2 വഴിക്ക് 2 ഡയറക്ഷനിൽ പോയി ഒന്ന് ഇങ്ങോട്ടും വലിക്കും ഒന്ന് അങ്ങോട്ടും വലിക്കും, എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
അവർ അഫർമേഷൻ ചെയ്യും, വിഷ്വലൈസേഷൻ ചെയ്യും, എന്നിട്ടും അവർക്ക് റിസൾട്ട് ഇങ്ങനെ വൈകി വൈകി. ഈ ബ്ലോക്കുകൾ മാറ്റാണ്ട് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാണ്, നമ്മൾ നല്ല സ്മൂത്ത് റോഡിൽ പോകുന്നതും കുറെ കല്ലും ഇതും നിറഞ്ഞ വഴി കൂടെ പോയാലും എങ്ങനെ ഇരിക്കും? ഈ കല്ലുകളാണ് ഈ ബ്ലോക്കുകൾ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ യാത്ര എങ്ങനെ ഇരിക്കുന്നു മാത്രം, മാനിഫെസ്റ്റേഷനിലുള്ള നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടാവും എന്ന് മാത്രം ചിന്തിച്ചു. ഇനി ഞാൻ കുറച്ച് സാധാരണയായിട്ടുള്ള കുറച്ച് ബ്ലോക്കുകളുടെ പേര് പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇങ്ങനത്തെ വല്ല ചിന്ത നിങ്ങളുടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫിയർ ഓഫ് ഫെയിലിയർ വളരെ അധികം ആളുകളിലുള്ള ഒരു പ്രശ്നമാണ്. അടുത്തത് ഫിയർ ഓഫ് റിജക്ഷൻ. ഈ സെയിൽസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ്മാൻമാരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് റിജക്ഷൻ. വെച്ചാൽ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. എല്ലാവരും തന്നെ സ്നേഹിക്കണം, എല്ലാവരുടെയും പരിഗണന കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇപ്പോൾ ഒരാൾ പറയാണ് നിങ്ങൾ സെയിൽസ് നടത്തണമെങ്കിൽ നിന്റെ പ്രോഡക്റ്റ് മറ്റവരോട് പോയിട്ട് ഇത് വേണോ എന്ന് ചോദിക്കണം എന്ന് പറയുമ്പോൾ, നിന്റെ ബന്ധുക്കളോട് നിന്റെ നെറ്റ്വർക്കിലുള്ളവർ ചോദിക്കണം എന്ന് പറയുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത് അവർ വേണ്ട എന്ന് പറഞ്ഞാലോ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഞാൻ ചോദിച്ചത് ഞാൻ അവരായിട്ടുള്ള ബന്ധത്തിന് തകരാറ് വന്നെങ്കിലോ, ഒരു ഫിയർ ഓഫ് റിജക്ഷൻ, അവരെന്നെ റിജക്ട് ചെയ്തെങ്കിലോ എന്നുള്ളൊരു പേടി. ഇത് ഒരു 99% സെയിൽസ്മാൻമാരുടെ ഉള്ളിലുള്ളതാണ്. സെയിൽസിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫിയർ ഓഫ് റിജക്ഷനെ ഓവർകം ചെയ്തേ പറ്റൂ. കാരണം ചിലപ്പോൾ നമ്മളൊരു 30 ആള് 40 ആളുടെ അടുത്ത് പോയെങ്കിൽ ഒരു സെയിൽ നടക്കുക, 39 ആൾക്കാർ വേണ്ടാന്ന് പറയും. ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ വേണം, എങ്കിലേ ഒരു സെയിൽസ്മാന് തന്റെ സെയിൽ നടത്താൻ പറ്റുള്ളൂ. ഈ റിജക്ഷൻ ഫേസ് ചെയ്യാൻ അയാൾ മാനസികമായിട്ട് തയ്യാറെടുത്തേ പറ്റൂ. അല്ലാതെ നമ്മൾ കാണുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഇത് എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ അയാൾ മേടിക്കില്ല. അയാൾ മേടിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്കിൽഡ് ആയിരിക്കണം. ഒരാളെ കൺവിൻസ് ചെയ്ത് മേടിക്കാൻ മാത്രം സ്കിൽഡ് ആയിരിക്കും. പക്ഷെ ഒരു തുടക്കക്കാരൻ ഒരിക്കലും അത്ര സ്കിൽഡ് ആയിരിക്കില്ല. ഇത് ചെയ്ത് നേടേണ്ട സ്കില്ലാണ്. ആ റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ മാനസികമായി തയ്യാറെടുത്തേ പറ്റൂ. എങ്കിൽ മാത്രമേ സെയിൽസിൽ അയാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കസ്റ്റമേഴ്സ് മേടിക്കാതിരിക്കുക, അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ബ്ലോക്കാണ്, പ്രത്യേകിച്ച് സെയിൽസിലുള്ളവർ. സെയിൽസിൽ മാത്രമല്ല ഏത് മേഖലയിൽ. പിന്നെ മണി ബ്ലോക്കുകൾ. മണീനെ പറ്റി ഒരുപാട് തെറ്റായ ബിലീഫുകളുണ്ട്. നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സെഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ ലോ സെൽഫ് വർത്ത്, നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു അഭിമാനവും ഇല്ല, നമ്മളെ പറ്റി തന്നെ നമുക്കൊരു മതിപ്പില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇതില് എന്താ പറയാ, ഞാൻ ഫിറ്റ് അല്ല, ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു വൈബ്രേഷനാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. പിന്നെ പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ തോറ്റിട്ടുള്ളത്, അന്ന് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ എന്ത് ചെയ്താലും തോൽവിയാണ് എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. പണ്ടെന്നോ നടന്നതാണ്, അത് ഇപ്പോഴും കൊണ്ടുനടക്കുക. പിന്നെ കുറ്റബോധം, നാണക്കേട്, ഇങ്ങനെയുള്ള പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, നമ്മൾ എന്ത് ചെയ്താലും നാളേക്ക് മാറ്റിവെക്കുന്ന പാറ്റേൺ, അല്ലെങ്കിൽ എനിക്കൊന്നും ആവശ്യത്തിന് ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ്. ഇതൊക്കെ വളരെ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഇൻവിസിബിൾ ബ്ലോക്കുകളാണ് ഇതൊന്നും ക്ലിയർ ചെയ്യാതെ നമുക്ക് ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ നടക്കാന്ന് വിചാരിക്കുന്നത് ഇത് ഒരു കാര്യമാണ്. നമ്മുടെ മെന്റൽ ബ്ലോക്കുകൾ പറഞ്ഞ ഇതിൽ പലർക്കും പലതായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ പറഞ്ഞ ബ്ലോക്കുകൾ ഉള്ളിൽ കിടക്കുമ്പോൾ എങ്ങനെ പറ്റും? നിങ്ങൾ സാധിക്കും, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കും, ഉള്ളിൽ എന്ന് പറഞ്ഞ് സാധിക്കില്ല. പിന്നെ എങ്ങനെ സാധിക്കും? നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കും. മറ്റേതും ചിന്തയാണ്, ഇതും ചിന്തയാണ്. എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്, വേണ്ടാന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഇവനെ നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ മുന്നോട്ട് പോകണമെങ്കിൽ. അത് നമ്മൾ ബോധപൂർവം പരിശീലിച്ചാൽ സാധിക്കുന്ന കാര്യമുള്ളൂ. ശ്രമിക്കണം എന്ന് മാത്രം. അപ്പോൾ ഗോൾ നമ്മുടെ മുന്നോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ഈ മെന്റൽ ബ്ലോക്സ് നമ്മളെ പിന്നോട്ട് വലിക്കും. അപ്പൊ എന്തായിരിക്കും? മാനിഫെസ്റ്റേഷൻ വളരെ സാവധാനം, ഒരു കാളവണ്ടിയിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ വളരെ പതുക്കെ അങ്ങനെ നീങ്ങിപ്പോകും. അപ്പൊ അത് നിങ്ങൾ ഒരു കാറിൽ പോകുമ്പോഴത്തേക്കും കാളവണ്ടി എത്തുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, അതേപോലെ ഉണ്ടാവും കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലക്ഷ്യം എഴുതിയാൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിലുള്ള മെന്റൽ ബ്ലോക്കുകളും ക്ലിയർ ചെയ്യണം. MM30 ഈ പറഞ്ഞ ബ്ലോക്കുകൾ ക്ലിയർ ചെയ്യാനുള്ള EFT ടെക്നിക്സ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് മണിയെക്കുറിച്ചുള്ള കുറെ മെന്റൽ ബ്ലോക്സ് ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ പറഞ്ഞ ബ്ലോക്കുകൾ നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അത് ശരിക്കും വലിയൊരു പ്രശ്നം നിൽക്കുന്നത് മെന്റൽ ബ്ലോക്കുകളാണ്. പലരുടെ ഉള്ളിലും, മെജോറിറ്റി ആളുകളുടെ ഉള്ളിലും അവർക്ക് ഉയരാൻ കഴിയാത്ത കാര്യം മെന്റൽ ബ്ലോക്കുകളാണ്.